ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദരങ്ങളെ, ഒരു ജപമാലയ്ക്ക് വേണ്ടി ജപമാല കട തന്നെ തുടങ്ങിയ ഈശോയുടെ സ്നേഹത്തെക്കുറിച്ചാണ് ഇന്ന് നിങ്ങളോട് പങ്കുവയ്ക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. ഷാലോം ടൈംസിലെ സ്ഥിര എഴുത്തുകാരിയായ ആൻമരിയ ക്രിസ്റ്റീനയുടെ എഴുത്തുകൾ നിങ്ങളിൽ പലരും വായിച്ചിട്ടുണ്ടാകാം. എനിക്കേറെ ഇഷ്ടമുള്ള, ഞാൻ ഒത്തിരി ബഹുമാനിക്കുന്ന, സ്നേഹിക്കുന്ന ഒരു സഹോദരിയാണത്. ഈശോയ്ക്ക് വേണ്ടി മരിക്കാൻ വരെ തയ്യാറായി നടക്കുന്ന ഒരാളാണ് ഈ ചേച്ചി. ഈശോയെയും പരിശുദ്ധ അമ്മയെയും സ്നേഹിക്കുന്നത് കണ്ട് എനിക്ക് പലപ്പോഴും അസൂയ വരെ തോന്നിയിട്ടുണ്ട്. ഞാനത് ചേച്ചിയോട് പറയാറുമുണ്ട്. നസ്രായൻ്റെ പെണ്ണെന്ന അപരനാമത്തിൽ അറിയപ്പെടാനാണ് ഈ കൂട്ടുകാരിക്ക് ഏറെ ഇഷ്ടം. ഈ സഹോദരി ഈശോയെ സോപ്പിട്ട് ഓരോ കാര്യങ്ങൾ നേടിയെടുക്കുന്നത് അത്ഭുതത്തോടെയാണ് ഞാൻ വായിക്കാറുള്ളത്. ചേച്ചിയുടെ ജീവിതത്തിലെ അത്തരമൊരു അനുഭവമാണ് ഞാനിന്ന് നിങ്ങളോട് പങ്കുവയ്ക്കുന്നത്. ചേച്ചിയുടെ വാക്കുകളിലേക്ക്. വർഷങ്ങൾക്ക് മുമ്പ് വേളാങ്കണ്ണി ദേവാലയത്തിൽ പോകാൻ അവസരം ലഭിച്ചു. അവിടെ ചെന്നപ്പോൾ കുറേ ചേട്ടന്മാർ വട്ടത്തിലിരുന്ന് ജപമാല ചൊല്ലുന്നു. എന്നെ അത്ഭുതപ്പെടുത്തിയത് അവരുടെ കയ്യിലുണ്ടായിരുന്ന വളരെ നീളം കൂടിയ ഒരു ജപമാലയാണ്. എല്ലാവരും ആ ജപമാലയിൽ പിടിച്ചാണ് ജപമാല ചൊല്ലിയിരുന്നത്. ചോദിച്ചറിഞ്ഞപ്പോൾ മനസ്സിലായി 1000 മണി ജപമാലയാണെന്ന്. 20 ജപമാലയുടെ സംഗ്രഹം. അപ്പോൾ മുതൽ മനസ്സിലൊരാഗ്രഹം, ഇതുപോലൊരെണ്ണം എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ. തിരക്കിട്ട അന്വേഷണത്തിനിടയ്ക്ക് ഏകദേശം 6 മാസങ്ങൾ കടന്നുപോയി. എവിടെയും കിട്ടാനില്ല. ഹൃദയത്തിൽ വല്ലാത്ത വിഷമം. അപ്പോഴാണ് ഓർത്തത്, ഒരു പരാതി അങ്ങ് ഹൈക്കമാൻഡിൽ കൊടുത്താലോ. നേരെ മാതാവിൻ്റെ രൂപത്തിന് മുന്നിലേക്ക് പോയി. ദേ അമ്മേ, ഇങ്ങോട്ട് നോക്കിയേ. 1ഉം 2ഉമല്ല, 6 മാസമായി ഞാനൊരു ജപമാലയ്ക്ക് വേണ്ടി നടക്കുന്നു. വേളാങ്കണ്ണിയിലുള്ളവർക്ക് മാത്രമേ ഇതൊക്കെ കൊടുക്കൂ. അമ്മയുടെ മുഖത്ത് ഒരു പുഞ്ചിരി. കണ്ണുകൾ എന്നോട് ചോദിക്കുന്നത് പോലെ, അത്രയും ജപമാല തനിച്ചിരുന്ന് ചൊല്ലുമോ? പിന്നെന്താ, എനിക്ക് പറ്റും. ഇനി ചൊല്ലിയില്ലെങ്കിലും എനിക്ക് അതുപോലെ ഒരെണ്ണം വേണം. വെളുത്ത മുല്ലപ്പൂ പോലെയുള്ള മണികൾ കൊണ്ട് ഞാനും വിട്ടില്ല. എവിടെയോ തിരക്കിലായിരുന്ന ഈശോ കയറി വന്നു. എന്താ അമ്മയും മോളും കൂടി ഒരു സമ്മേളനം? ഞാൻ നിശബ്ദയായി. 6 മാസം ഞാൻ അലഞ്ഞതൊന്നും അറിഞ്ഞിട്ടേയില്ല എന്നുള്ള മട്ടിലാണ് ഈശോയുടെ ചോദ്യം. അതിനൊക്കെ ഞാൻ എന്തിനു മറുപടി പറയണം? അമ്മ ഈശോയോട് പറഞ്ഞു, നമ്മുടെ കൊച്ചിന് 1000 മണി ജപമാല വേണം. ഇന്നത്തെ പരാതി അതാണ്. ഈശോ ചെറുപുഞ്ചിരിയോടെ എന്നെ നോക്കി. 6 മാസമായി വാവേ, ഞാൻ നിനക്ക് അത് ഉണ്ടാക്കി തരാൻ ഓടി നടക്കുന്നു. ഷെടാ, വെറുതെ ഈശോയെ തെറ്റിദ്ധരിച്ചു. എന്നിട്ട് എന്തായി? ആകാംക്ഷയോടെ ഞാൻ ചോദിച്ചു. കുറച്ച് ദിവസം കൂടി കാത്തിരിക്കൂ. ദീർഘനിശ്വാസം വിട്ടുകൊണ്ട് ഞാൻ പറഞ്ഞു, 2 പേരോടും കൂടെ പറയുക, കുറച്ച് ദിവസം കഴിഞ്ഞ് നമ്മൾ ദുബായിലേക്ക് പോവേണ്ടതാ. ജോലി ഇനി അവിടെയാണല്ലോ. ഇതില്ലാതെ ഞാൻ പോണില്ല, മറക്കണ്ട കേട്ടോ. ഈശോയും മാതാവും മുഖത്തോട് മുഖം നോക്കി. കാനായിലെ കല്യാണത്തിന് അമ്മ പറഞ്ഞ ഡയലോഗൊന്ന് എഡിറ്റ് ചെയ്ത് ഈശോയോട് പറഞ്ഞു എന്ന് തോന്നുന്നു. മോനെ, അവൾ പറയുന്നത് നീ ചെയ്യുക. ഹൈക്കമാൻഡ് വിധിയല്ലേ, ഞാൻ ഹാപ്പി. 2013 സെപ്റ്റംബർ 1 രാവിലെ പരിശുദ്ധ കുർബാന കഴിഞ്ഞ് വീട്ടിലെത്തി. വരാന്തയിലിരുന്ന് പത്രം വായിക്കുകയാണ്. അതാ ഒരു കടയുടെ ഉദ്ഘാടനം. റോസറി ഷോപ്പാണ്. തൃശ്ശൂർ പുത്തൻപള്ളിക്ക് സമീപം ക്വീൻ മേരി റോസറി ഷോപ്പ്. പെട്ടെന്ന് ബാഗ് എടുത്തിറങ്ങി. കടയിൽ ചെന്നു. അൽഫോൻസ ചേച്ചിയെ അന്നാണ് പരിചയപ്പെടുന്നത്. 1000 മണി ജപമാല കെട്ടിത്തരാമോ? 7 ദിവസം കഴിഞ്ഞാൽ പ്രവാസ ലോകത്തേക്ക് പോവുകയാണ്. ഞാൻ ചോദിച്ചു. എന്തായാലും തിരക്കു പിടിച്ചാണെങ്കിലും ചെയ്തു തരാമെന്ന് ചേച്ചി സമ്മതിച്ചു. മുത്തുകൾ സെലക്ട് ചെയ്തോളാൻ പറഞ്ഞു. മുല്ലപ്പൂ നിറമുള്ള മദർ പേൾ എന്ന മണികൾ തന്നെ ഞാൻ സെലക്ട് ചെയ്തു. മനോഹരമായി 1000 മണി ജപമാല പരിശുദ്ധ അമ്മയും ഈശോയും കൂടി ഒരുക്കി തന്നു. പരിശുദ്ധ അമ്മയുടെ ജനന തിരുനാളായ സെപ്റ്റംബർ 8 അമ്മ എനിക്ക് തന്ന സമ്മാനം. നിറകണ്ണുകളോടെ നടന്നു നീങ്ങുമ്പോൾ ഈശോ പറഞ്ഞത് ഞാൻ ഓർത്തു. 6 മാസമായി വാവേ, ഞാൻ നിനക്ക് അതുണ്ടാക്കി തരാൻ ഓടി നടക്കുന്നു. എൻ്റെ ഈശോയും അമ്മയും ഇങ്ങനെയാണ്. ചങ്കു പറിച്ചു തരും. ഒരു പൂ ചോദിച്ചാൽ പൂക്കാലമൊരുക്കും. ഒരു ജപമാലയ്ക്ക് വേണ്ടി ഒരു ജപമാല കട തന്നെ എനിക്ക് വേണ്ടി ഒരുക്കിയത് കണ്ടോ? ഈശോയെ, ഐ ലവ് യു. അമ്മേ, ഐ ലവ് യു.